തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിൽ ബോംബ് ഭീഷണി. കോയമ്പത്തൂർ ബന്ധമുള്ള ISI ഗ്രൂപ്പിന് വേണ്ടിയാണ് സ്ഫോടനം നടത്തുന്നതെന്നാണ് ഇമെയിൽ സന്ദേശം. അതേസമയം പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇമെയിലിന്റെ ഉറവിടം തേടുകയാണെന്നും പോലീസ് പറയുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? സരിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിന്റെ മുൻവശത്താണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 100 മീറ്റർ മാത്രമാണ് ഈ ഹോട്ടലിലേക്കുള്ള ദൂരം. രാവിലെ 7:30യോടെയാണ് ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം ഈ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിൽ IED അഥവാ വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തും. പെഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സ്ഫോടനം നടക്കുക എന്നൊക്കെ കാണിച്ചുകൊണ്ടൊരു ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. എടുത്തു പറയുന്ന കാര്യം, പ്രധാനപ്പെട്ട VVIPs താമസ സ്ഥലമായി തെരഞ്ഞെടുക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ഹിൽട്ടൺ ഗാർഡൻ. അങ്ങനെ തന്ത്രപ്രധാനമായൊരു സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ഒരു മേഖലയിൽ സ്ഫോടനം നടത്തുന്നതിന് പിന്നിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള ഹിസ്ബുള്ള ISIS ബന്ധമുള്ള ഒരു സംഘമാണ് ഇങ്ങനെയൊരു സ്ഫോടനത്തിന് തയ്യാറെടുക്കുന്നതെന്ന് കൂടിയാണ് ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മെയിൽ ലഭിച്ചതിന് പിന്നാലെ തന്നെ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കന്റോൺമെന്റ് പോലീസും ബോംബ് സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ അത്തരത്തിൽ അസ്വാഭാവികമായ ഒന്നും ഹോട്ടലിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അല്പസമയം മുമ്പ് ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി അവരുടെ കൈവശമുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ മുകളിലേക്കുള്ള നിലകളിൽ പരിശോധന നടത്തുകയാണ്. ഹോട്ടലിന്റെ പ്രധാന കവാടത്തിന്റെ മുൻവശത്ത് തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ അടക്കം ആധുനിക സംവിധാനങ്ങളുള്ള മെറ്റൽ ഡിറ്റക്ടർ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനോടകം അങ്ങനെ അസ്വാഭാവികമായതൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊരു ഭീഷണി സന്ദേശം ഇമെയിലായി വന്നതിന് പിന്നാലെ ഇവിടേക്ക് എത്തുന്ന വിദേശികളായ സന്ദർശകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ അടക്കം ബാഗുകളും മറ്റ് വസ്തുക്കളും വിശദമായി പരിശോധിച്ച് ബാഗുകൾ ഉൾപ്പെടെ തുറന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഹോട്ടലിനുള്ളിലേക്ക് കയറ്റിവിടുന്നത്. ഇതുവരെ അസ്വാഭാവികമായതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിൽ മറ്റൊരു ഹോട്ടലും കഴക്കൂട്ടത്തിനടുത്ത് സമാനമായ തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ട് എന്ന പശ്ചാത്തലത്തിൽ അവിടെയും ഇതേസമയം പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു മാസത്തിനിടയിൽ 5 സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ബോംബ് ഭീഷണി വരികയും പോലീസ് അവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ കോടതിയിൽ തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ 2 തവണ ഇങ്ങനെ ബോംബ് ഭീഷണി വന്നിരുന്നു. അവിടെ പോലീസ് വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇതിന്റെ ഉറവിടം തേടി ആരാണ് ഇങ്ങനെയൊരു സന്ദേശം അയക്കുന്നതിന് പിന്നിൽ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് ഇത്തരമൊരു ബോംബ് ഭീഷണി ഉണ്ടാവുന്നത്. എന്തായാലും അന്വേഷണത്തിൽ ഇതുവരെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിശോധനകൾ തുടരുന്നു എന്നതാണ് സാഹചര്യം. പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയിലാണ് പോലീസ്.